ഹായ് ഓൾ, വെൽക്കം ടു ബുക്ക് ഔൾസ്. നമുക്കിന്ന് ഹെൻറി ഫീൽഡിങ്ങിൻ്റെ ടോം ജോൺസ് എന്ന് പറഞ്ഞൊരു നോവലുണ്ട്, അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ടോം ജോൺസ് ഇത് എഴുതപ്പെടുന്ന കാലഘട്ടം, അപ്പോൾ നമ്മൾ ഏതൊരു വർക്ക് പഠിക്കുമ്പോഴും അതിനോടൊപ്പം ബാക്ക്ഗ്രൗണ്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ആ സമയത്ത് റൈറ്റർ എഴുതിയെന്നുള്ളൊരു ധാരണ കിട്ടുള്ളൂ. ഓക്കെ, അതുപോലെ ബാക്ക്ഗ്രൗണ്ട് പഠിക്കുമ്പോൾ നമുക്ക് തള്ളി വെക്കാം, എക്സാമിന് ചോദിക്കുമ്പോഴാണെങ്കിൽ നല്ലപോലെ ഗ്യാസ് എഴുതാനും ഐറ്റംസ് ഉണ്ട്. അല്ലാതെ നമ്മൾ കഥ മാത്രം പഠിച്ചു വയ്ക്കുമ്പോൾ കഥ ഉണ്ട് ഓഫ് കോഴ്സ്, പക്ഷേ നമുക്ക് മാർക്ക് കിട്ടണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞിരിക്കണം, ഇത് എഴുതി വെക്കണം. അപ്പോൾ ഇത് അഗസ്റ്റൻ പീരീഡിലാണ് എഴുതുന്നത്. ആ സമയത്ത് യൂറോപ്യൻസ് ഒരുപാട് രാജ്യങ്ങളെ കീഴടക്കുകയും യുദ്ധങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നതായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷ് എംപയർ എന്ന് പറഞ്ഞൊരു നാഷണലിസ്റ്റ് ആയിട്ടുള്ള പ്രൈഡ് വരുന്നത് ആ സമയത്താണ്. പിന്നെ ഒരു പുതിയ മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ആൾക്കാരുടെ ഉദയവും അതാണ്. തൊട്ട് മുന്നത്തെ ഏജിൽ നിന്നും ഇവിടത്തേക്ക് വരുമ്പോൾ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഇവിടെ ഫെയ്ത്ത് ആൻഡ് റീസൺ ആണ് ഇമ്പോർട്ടൻസ് പോവുക. അതുപോലെ ഏജ് ഓഫ് വിറ്റ് ആണ്. ഏജ് ഓഫ് വിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഫിക്ഷൻ, ഫാക്ട്സ് അതിനൊക്കെയാണ്. നമ്മൾ ഫ്രാൻസിസ് ബേക്കണിൻ്റെ വർക്ക്സ് പഠിക്കുമ്പോൾ അതിനകത്ത് സയൻറ്റിഫിക് ആയിട്ടുള്ള ഫാക്ട്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ ഫാക്ട്സിനും റിയാലിറ്റിക്കും ആയിരിക്കും ഈ ഒരു പീരീഡിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി ഈ ഒരു അഗസ്റ്റിൻ പീരീഡിൽ ഏറ്റവും ഫേമസ് ആയിട്ട് വരുന്നത് പ്രോസിനാണ്. പോയട്രിയെക്കാട്ടിയും പ്രോസിനാണ്. കാരണം ഒത്തിരി സെൻസർഷിപ്പുകളൊക്കെ വരുന്നുണ്ട്. എന്തൊക്കെയാന്ന് വെച്ചാൽ 1643 പിന്നെ 17 ഒരു പീരീഡ് ഉണ്ട്, ഞാൻ മറന്നുപോയി, 17 സംതിങ് ആണ് കേട്ടോ. ആ 1737 ലൈസൻസിങ് ആക്ട് വരുന്നുണ്ട്. അപ്പോൾ അതോട് കൂടിയിട്ട് ഈ പോയട്രി, ഡ്രാമയൊക്കെ അവർ ബാൻ ചെയ്യുന്നുണ്ട് രാജാവ്. അതായത് ഇമ്മോറലായിട്ടുള്ള കുറേ ഐറ്റംസ് ആണ് ഇതിനകത്ത് ഉള്ളതെന്നൊക്കെ പറഞ്ഞ് ബാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പീരിയോഡിക്കൽസ് പോലെയുള്ള പരിപാടി, കോഫി ഷോപ്സ് ഒക്കെ ഇവിടെ ഇൻക്രീസ് ചെയ്ത് വരുന്നുണ്ട്. പീരിയോഡിക്കൽസ് നിങ്ങൾ ഡാനിയൽ ഡിഫോ, പിന്നെ റിച്ചാർഡ് സ്റ്റീലിൻ്റെയും ജോസഫ് അഡിസൻ്റെയും ടാറ്റ്ലർ, സ്പെക്ടേറ്റർ എന്നൊക്കെയുള്ള പീരിയോഡിക്കൽസ് കേട്ടിട്ടുണ്ടോ? അതൊക്കെ ഈ സമയത്താണ് വരുന്നത്. നോവലിൻ്റെ ഉദയം തന്നെ ഈ ഒരു സമയത്തായിരുന്നു. പീരിയോഡിക്കൽ റൈറ്റിങ്സ്, അതിൽ നിന്നാണ് നോവൽ എന്ന് പറയുന്ന പുതിയൊരു ആശയം വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ എന്താണ് റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർ ഇമ്മോറാലിറ്റി ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്തു. പിന്നെ സയൻറ്റിഫിക് ഫാക്ട്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടാൻ തുടങ്ങി. എന്ന് വെച്ചാൽ നമ്മൾ പുതിയ പുതിയ രാജ്യങ്ങൾ ഇങ്ങനെ കീഴടക്കുക, നോളജ് കിട്ടുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ നോവലിനെ പറ്റിയിട്ടാണ്. നമ്മുടെ നോവൽ ടോം ജോൺസ്, അത് എഴുതിയതാരാ? ഹെൻറി ഫീൽഡിംഗ് ആണ്. അദ്ദേഹം ആദ്യം ഒരു പോയറ്റ് ആയിരുന്നു. പിന്നീട് പോയറ്റും ഡ്രാമാറ്റിസ്റ്റും ആയിരുന്നു കേട്ടോ. അപ്പോൾ സെൻസർഷിപ്പ് ഒക്കെ വന്നതിന് ശേഷം അദ്ദേഹം ഈ ഒരു പ്രോസിലേക്ക് തിരിയുമായിരുന്നു. ഇതൊരു പിക്കാറസ് നോവലാണ്. പിക്കാറസ് നോവൽ എന്ന് പറഞ്ഞാൽ വരുന്നത് പിക്കാറോ എന്ന് പറഞ്ഞൊരു സ്പാനിഷ് വേർഡ് നിന്നാണ്. പിക്കാറോ എന്ന് വെച്ചാൽ റോഗ്, അതായത് ഒരു തല്ലിപ്പൊളി, തെമ്മാടി ആയിട്ടുള്ള ഒരു പയ്യൻ. പിന്നീട് ഒരുപാട് അഡ്വഞ്ചേഴ്സിലൂടെയും എക്സ്പീരിയൻസിലൂടെ അവൻ നന്നായി. അതാണ് സംഭവം. റിയലിസ്റ്റിക് ആയിട്ട് ഒരു സോഷ്യൽ ലൈഫ് എക്സ്പ്ലോർ ചെയ്യുന്നതാണ് പിക്കാറസ് നോവലിലൂടെ കാണാൻ പറ്റുക. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് ഇതൊരു ബിൽഡിംഗ് റോമനാണ്. ബിൽഡിംഗ് റോമൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്മിങ് ഓഫ് ഏജ് നോവൽസ് എന്ന് പറയും. ഒരു കുട്ടി, ഒരു ശൈശവാവസ്ഥയിലുള്ള കുട്ടി മുതൽ അങ്ങ് വലുതായി ഭയങ്കര അങ്ങനെ അവരുടെ ഒരു ലൈഫായിരിക്കും കാണിക്കുന്നത്. അതാണ് ബിൽഡിംഗ് റോമൻ. നമ്മുടെ പോർട്രേറ്റ് ഓഫ് ദ ആർട്ടിസ്റ്റ്, അതൊക്കെയാണ് എക്സാമ്പിളാണ്. ഇനി നമ്മൾ റൈറ്ററിനെ പറ്റി പറയാം. ഹെൻറി ഫീൽഡിംഗ്, അദ്ദേഹത്തിൻ്റെ കരിയർ ഒരു പ്ലേ റൈറ്റ് ആയിട്ടായിരുന്നു തുടങ്ങുന്നത്. എനിക്കൊന്നും അദ്ദേഹം പോയട്രി എഴുതിയിട്ടില്ല, പ്ലേ റൈറ്റ് ആണ്. അതാണ് സെൻസർഷിപ്പ് ചെയ്ത് ബാൻ ചെയ്യുന്നത്. സോറി, പോംസ് ചെയ്തിട്ടുണ്ട്, പോംസ് എസ്സേസ് എഴുതുന്നുണ്ട്. ഇനി ഹെൻറി ഫീൽഡിംഗ് അദ്ദേഹത്തിൻ്റെ കരിയർ തുടങ്ങുന്നത് തന്നെ എങ്ങനെയാന്ന് പറഞ്ഞാൽ, നിങ്ങൾ റിച്ചാർഡ്സിൻ്റെ പമേല കേട്ടിട്ടുണ്ടോ? ആ പമേലയ്ക്ക് ഒരു പാരഡി ഷമേല എന്ന് പറയുന്ന പേരിൽ എഴുതിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കരിയർ തുടങ്ങുന്നത്. മതി, നമുക്ക് ഇത്രയും ബാക്ക്ഗ്രൗണ്ട് ഇത്രയും അറിഞ്ഞിരുന്നാൽ മതി. ഇനി ടോം ജോൺസ് 1749 എഴുതുന്നത്. 1749 ഫുൾ നെയിം എന്ന് വെച്ചാൽ ദ ഹിസ്റ്ററി ഓഫ് ടോം ജോൺസ് ആ ഫൗണ്ട്ലിംഗ്. ഇതൊരു കോമിക് എപ്പിക് റൊമാൻസ് ആണ്, ബിൽഡിംഗ്സ് റോമൻ ആണ്. 18 ബുക്കുകളിലായിട്ട് ഒരുപാട് ചാപ്റ്റേഴ്സ്. ഇറ്റ്സ് എ ഹ്യൂജ് ബുക്ക്. ഒത്തിരി അങ്ങനെ ബുക്സ്, ബുക്ക് 1, ബുക്ക് 2 അങ്ങനെ ഒത്തിരി ഉണ്ട്. 18 ബുക്സിലാണ് എഴുതിയിട്ടുള്ളത്. ഓരോന്നിലും ഒരു ഇൻട്രൂസീവ് നാരച്ചർ, അതായത് ഒരു ഒമ്നിസെൻ്റ് ആയിട്ടുള്ള ഒരു നാരച്ചർ ഉണ്ട്. പുള്ളി ഇൻട്രൂസീവ് ആയിട്ട്, അതായത് നോവലിനകത്ത് ഇടപെട്ടിട്ട് ഓരോ ബുക്കിലും ഒരു ഇൻട്രൊഡക്ടറി ചാപ്റ്റർ നമുക്ക് റീഡേഴ്സിന് വേണ്ടി തരും. ഫീൽഡിംഗ് തന്നെയാണ് ഫസ്റ്റ് പേഴ്സണിലാണ് എഴുതിയിരിക്കുന്നത്. ഇനി ഇതിനകത്ത് ക്യാരക്ടേഴ്സ് ഡിസ്കസ് ചെയ്യാം. ഒത്തിരി, അതായത് ഒരു ചാകരയാണ് ക്യാരക്ടേഴ്സിൻ്റെ. കിളി ഏത് വഴി കൂടെ പോകുന്നു എന്നറിയില്ല. ആൻഡ് ഐ എം ഗോയിങ് ടു ഗിവ് യു ദ നട്ട്ഷെൽ ഓഫ് ദ എൻറ്റയർ നോവൽ. ഓക്കെ, മാക്സിമം അത് കണക്ട് ചെയ്ത് പറയാൻ വേണ്ടി ശ്രമിക്കുക. അത്രയും വലിയ നോവലല്ലേ. ഞാൻ ഓരോ ബുക്കിൻ്റെ സമ്മറി വീതം വായിച്ചു നോക്കി. അതിൽ തന്നെ ഒത്തിരി ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അത്ര 18 ബുക്സ് കൂടെ ഞാൻ സമപ്പ് ചെയ്ത് പറയാം ഒരു വീഡിയോയിൽ പറയാമെന്ന് പറയുമ്പം യു നോ ഹൗ ടാസ്ക് ഇറ്റ് ഈസ്.
കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. നമുക്ക് മെയിൻ ക്യാരക്ടേഴ്സിനെ പരിചയപ്പെടാം. നിലവിൽ ടോം ജോൺസ് നമ്മുടെ പ്രധാന കഥാപാത്രം, പിന്നെ സോഫിയ വെസ്റ്റേൺ ടോം ജോൺസിന്റെ ലവറാണ്. സ്ക്വയർ ഓൾവർത്തി, അതായത് ടോം ജോൺസ് ഒരു ഫൗണ്ട്ലിംഗ് ആണെന്ന് വെച്ചാൽ അവനെ അങ്ങനെ അച്ഛനും അമ്മയും അങ്ങനെയൊന്നും ഇല്ലാത്തൊരു പയ്യനാണ്. അപ്പോൾ അവനെ വളർത്തുന്ന സ്ക്വയർ ഓൾവർത്തി എന്ന് പറഞ്ഞൊരു കൈൻഡ് ആയിട്ടുള്ള മനുഷ്യൻ. അതുപോലെ അദ്ദേഹത്തിന്റെ സിസ്റ്റർ ആയിട്ടുള്ള ബ്രിജറ്റ് ഓൾവർത്തി, പിന്നെ ഈ ബ്രിജറ്റ് ഓൾവർത്തിയുടെ മകനായിട്ടുള്ള മാസ്റ്റർ ബ്ലിഫിൽ, പിന്നെ നമുക്ക് സ്ക്വയർ വെസ്റ്റേൺ, പിന്നെ അവന്റെ കുറച്ച് ട്യൂട്ടേഴ്സ് ഉണ്ട്, സ്ക്വയർ ത്വാക്കം എന്നൊക്കെ പറയുന്ന ട്യൂട്ടേഴ്സ്. അങ്ങനെ കുറച്ച് ഇത്രയും മതി ക്യാരക്ടേഴ്സ് അറിഞ്ഞിരുന്നാൽ മതി, ബാക്കി നമുക്ക് പോകെ പോകെ പറയാം. കഥ തുടങ്ങുന്നത് നമ്മുടെ ഒരു ജെന്റിൽമാൻ ആയിട്ടുള്ള സ്ക്വയർ ഓൾവർത്തി. അദ്ദേഹം ഒരു ദിവസം ട്രിപ്പിന് പോയി, ലണ്ടനിലേക്ക് പോയി. അദ്ദേഹത്തിന്റെ സിസ്റ്റർ ആയിട്ടുള്ള ബ്രിജറ്റുമായിട്ടാണ് താമസിക്കുന്നത്. ഇദ്ദേഹം മാരീഡ് ആണ്, പക്ഷെ സംഭവം എനിക്കൊന്ന് ഡിവോഴ്സ് എന്തോ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബ്രിജറ്റുമായിട്ടാണ് താമസിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു പീരീഡിൽ നമ്മുടെ ഈ ഒരു വെറ്റ്ലോക്ക് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അല്ലാതെ കല്യാണം കഴിക്കാതെ പ്രഗ്നന്റ് ഒക്കെ ആയ ഭയങ്കര സീനായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആരോ ഒരു കൊച്ചിനെ ഈ സ്ക്വയർ ഓൾവർത്ത് തിരിച്ചു വരുന്ന സമയത്ത് അദ്ദേഹം നല്ല കൈൻഡ് ആണെന്ന് തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തിന്റെ കട്ടിൽ കൊണ്ടുവന്ന് വെക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അപ്പൊ തന്നെ മനസ്സിലാക്കാം ഇല്ലീഗലായിട്ട് ജനിച്ചൊരു കൊച്ചാണ്, വെറ്റ്ലോക്കായിട്ട് ജനിച്ചൊരു കൊച്ചല്ല. അപ്പോൾ ഓൾവർത്തി മനസ്സിലാക്കും ഇത് അദ്ദേഹത്തിന്റെ സെർവന്റ് ആയ ജെന്നി ജോൺസും അതുപോലെ തന്നെ അവളുടെ ട്യൂട്ടർ ആയിട്ടുള്ള മിസ്റ്റർ പെട്രിഡ്ജിന്റെയും കുട്ടിയാണ്. അപ്പൊ അവരെ ഇങ്ങനെ ഇംപ്രിസൺമെന്റിനൊന്നും വിധിക്കാതെ അവളെ അവർ രാജ്യം വിട്ട് തന്നെ പുറത്തേക്ക് പോകുന്നുണ്ട്. ആ ഒരു സ്ഥലം വിട്ട് പുറത്ത് പോകുന്നുണ്ട്. പെട്രിഡ്ജും കൂടെ പോകുന്നുണ്ട്. ദെൻ ഓൾവർത്തി ഡിസൈഡ് ചെയ്യും ടു ബ്രിങ് അപ്പ് ദ ബോയ്. അപ്പൊ അദ്ദേഹത്തെ ഗാർഡിയൻഷിപ്പ് ഏറ്റെടുത്ത് നമ്മുടെ ടോം ജോൺസിനെ വളർത്താൻ തുടങ്ങി. പേര് കൊടുക്കുന്നു ടോം ജോൺസ്. മീൻ വൈൽ ബ്രിജറ്റ്, അദ്ദേഹത്തിന്റെ സിസ്റ്ററായ ബ്രിജറ്റ്, പുള്ളിക്കാരിക്ക് ഒരു ലവറുണ്ട്, മിസ്റ്റർ ബ്ലിഫിൽ. പക്ഷെ അവർ മിസ്റ്റർ ബ്ലിഫിലിനെ കല്യാണം കഴിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിന്റെ ബ്രദർ ആയിട്ടുള്ള ക്യാപ്റ്റൻ ബ്ലിഫിലിനെയാണ് കല്യാണം കഴിക്കുന്നത്. അവർക്കൊരു സൺ ഉണ്ടാവുന്നു, മാസ്റ്റർ ബ്ലിഫിൽ. ശേഷം അവർ ഒരുമിച്ചാണ് വളരുന്നത് കേട്ടോ, മാസ്റ്റർ ബ്ലിഫിലും ടോം ജോൺസും. അപ്പൊ ഈ മാസ്റ്റർ ബ്ലിഫിലിന്റെ അച്ഛനായ ക്യാപ്റ്റൻ ബ്ലിഫിലിന് ടോം ജോൺസിനെ ഇഷ്ടമേ അല്ല. ചിലപ്പോ അല്ല, ഈ ഓൾവർത്തിക്ക് ഇഷ്ടം പോലെ കാശുണ്ട്. ഈ കാശെല്ലാം എങ്ങാനും ഈ ചെറുക്കന് കിട്ടിയാലോ എന്ന് കരുതി ഇഷ്ടമേ അല്ല. എല്ലാ കാശും മിസ്റ്റർ ബ്ലിഫിലിന് തന്നെ മാസ്റ്റർ ബ്ലിഫിലിന് തന്നെ കിട്ടണം. അങ്ങനെ എത്ര പൈസ ഇപ്പൊ കിട്ടും ടോം ജോൺസിന്, അല്ലെങ്കിൽ ഈ മറ്റേ നമ്മുടെ കൊച്ചു ചെറുക്കന് മാസ്റ്ററിന് എത്ര പൈസ കിട്ടും എന്നൊക്കെ ആലോചിച്ചിരുന്ന് ഇപ്പൊ എത്രയും പെട്ടെന്ന് സ്ക്വയർ ഓൾവർത്ത് തട്ടിപ്പോണം, എനിക്ക് ഈ കാശൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് ഇയാള് മരിച്ചുപോയി കേട്ടോ. ഇയാള് ഹെമറേജ് വന്ന് ഇയാള് മരിച്ചുപോയി. ആദ്യമേ സ്ക്വയർ ഓൾവർത്ത് എങ്ങനെയും തട്ടണം എന്ന് കരുതി ഇരിക്കുന്ന മനുഷ്യനായിരുന്നു, പക്ഷെ ഇയാൾ മരിച്ചുപോയി. അങ്ങനെ 12 വർഷം കഴിഞ്ഞുള്ള കഥയാണ് ഇപ്പൊ പറയുന്നത്. ടോം ഒരു ടീനേജറാണ്. അവനെന്ന് വെച്ചാൽ ഒരു കുരുത്തം കെട്ട കൊച്ചാ ടോം, പക്ഷെ ഉള്ളിൽ ഭയങ്കര കൈൻഡ് ആണ് അവൻ. ഈ പാവപ്പെട്ടവർക്കൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതായത് ഇപ്പൊ നമ്മുടെ കായംകുളം കൊച്ചുണ്ണി എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ നമ്മുടെ റോബിൻ ഹുഡൊക്കെ ചെയ്യുന്ന പോലെ കാശുള്ളവരുടെ വീട്ടിൽ നിന്ന് പൈസ അടിച്ചു മാറ്റി കാശില്ലാത്തവന് കൊടുക്കും. പക്ഷെ അടിച്ചു മാറ്റലൊരു തെറ്റാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കുരുത്തം കെട്ട പയ്യനാണ്. അതേസമയം നമ്മുടെ മാസ്റ്റർ ബ്ലിഫിൽ എന്ന് വെച്ചാൽ അവൻ ഒരു നല്ല അടക്കവും ഒതുക്കമൊക്കെ ഉള്ള, എല്ലാവരുടെയും പറഞ്ഞാൽ കേൾക്കുന്ന അങ്ങനെ ഒരു പിള്ളേരാണ്. അപ്പൊ രണ്ടുപേരും ഒരുമിച്ച് വളരുന്നു. പക്ഷെ രണ്ടുപേരെയും എല്ലാവരും ഇപ്പോൾ നാട്ടുകാരാണെങ്കിലും വീട്ടുകാരാണെങ്കിലും സെർവൻസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും രണ്ടായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. കാരണം ഒരാൾ ഒരു ബാസ്റ്റഡ് ആണ് അല്ലേ, ഒരു ഫൗണ്ട്ലിംഗ് ആണ്. അതേസമയം മറ്റേ കൊച്ച് പ്രോപ്പർ ആയിട്ടുള്ള പേരൻസ് ഉള്ള ഒരു കുട്ടിയാണ്. പക്ഷേ നമ്മുടെ സ്ക്വയർ ഓൾവർത്തി അദ്ദേഹം മാത്രം അവർ രണ്ടുപേരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യും. അവർക്ക് 2 ടീച്ചേഴ്സ് ഉണ്ട്. സ്ക്വയർ ഒരു ഫിലോസഫർ ആണ്, ത്വാക്കം ടീച്ചറാണ്. ഓക്കെ, ടോം എന്ന് വെച്ചാൽ ഒരു വൈൽഡ് ആണ്, ബ്ലിഫിൽ എന്ന് വെച്ചാൽ പയസ് ആണ്. ടോം എന്നാണെങ്കിൽ അവരുടെ ഫാമിലി, അവിടെ ഒരു സെർവൻ്റ് ഉണ്ട് ബ്ലാക്ക് ജോർജ് എന്ന് പറഞ്ഞിട്ട്. അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടിടത്ത് പോയി മൊത്തം ആപ്പിളും അതും ഇതുമൊക്കെ അടിച്ചു മാറ്റി അവർക്ക് കൊണ്ടുപോയി കൊടുക്കും. ഒരു ഗേറ്റ് കീപ്പറാണ്, അവർക്ക് കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെയുള്ള ചീത്തപ്പേര് മൊത്തം ടോമിനുണ്ട്. പക്ഷെ അപ്പോൾ പോലും ഇത് ആ ഒരു ബ്ലാക്ക് ജോർജിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് അവൻ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. പക്ഷെ അതൊക്കെ ബ്ലിഫിലിന് അറിയാം. ബ്ലിഫിലിന് പക്ഷെ ടോമിനെ ഒട്ടും ഇഷ്ടമല്ല. ബ്ലിഫില് പുറമേ മാന്യനും ഉള്ളിൽ ദുഷ്ടനുമാണ്. ബ്ലിഫില് പണി കൊടുക്കും, എപ്പോഴും ടോമിന് പണി കൊടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ടോം എപ്പോഴും എന്താണ് നമ്മുടെ നെയ്ബർ ആയിട്ടുള്ള ഒരു സ്ക്വയർ വെസ്റ്റേണിന്റെ വീട്ടിലൊക്കെയാണ് സ്പെൻഡ് ചെയ്യാറുള്ളത്. അപ്പൊ സ്ക്വയർ വെസ്റ്റേൺ ഒരു മകളുണ്ട്, സോഫിയ ഭയങ്കര പാമ്പർ ചെയ്ത്, ഒരേ ഒരു മോളേ ഉള്ളൂ, ഭയങ്കര പാമ്പർ ചെയ്താ വളർത്തുന്നത്. സോഫിയക്ക് അത്യാവശ്യം നല്ല കാശൊക്കെ ഉണ്ട്. ഈ സോഫിയക്ക് ടോമിന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ടോമിന് നമ്മൾ നേരത്തെ പറഞ്ഞ ബ്ലാക്ക് ജോർജിന്റെ മകളായ മോളി സീഗ്രമുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഒരു ദിവസം ഇവൻ അറിയുന്നു മോളി പ്രഗ്നന്റ് ആണ്.
അപ്പോൾ അവൻ വിചാരിക്കും അവൻ്റെ കൊച്ചാണ്. ഓക്കെ. അപ്പോൾ അവന് കുറച്ച് മോറൽ എലമെന്റ്സ് ഉള്ള ക്യാരക്ടറാണ്. അവൻ വിചാരിക്കും അവളെ കല്യാണം കഴിക്കാന്ന്. പക്ഷെ ലേറ്റർ അവൻ മനസ്സിലാക്കും ഈ മോളിക്ക് ഒത്തിരി ആൾക്കാരോട് റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പോൾ ഇത് അവൻ്റെ കൊച്ചല്ല എന്നുള്ള കാര്യം മനസ്സിലായപ്പോഴത്തേക്കും നേരെ അവൻ സോഫിയുമായിട്ട് ലവിന് വരും. അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാന്ന് വെച്ചാൽ ടോം ഒരു നല്ലവനൊന്നും അല്ല. ഒരു മനുഷ്യൻ്റെ എല്ലാ ഫ്ലോസും എല്ലാ തെറ്റുകളും മിസ്റ്റേക്സും ഒക്കെ കാണിക്കുന്നുണ്ട്. അല്ലാതെ നമ്മളെല്ലാ നോവൽസിലും കാണുന്ന പോലെ ഒരു മഹാനായ ഒരു മനുഷ്യൻ അവൻ ചെയ്ത നല്ല നല്ല ഐഡിയൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടൊന്നും കാണിക്കുന്നില്ല. ഇതിൽ റിയൽ മനുഷ്യൻ എങ്ങനെയാണ് തെറ്റും ശരിയും ഒക്കെ ഉള്ളത് മനുഷ്യനെയാണ് കാണിക്കുന്നത്. ഓക്കെ. അപ്പം മോൾക്ക് കുറേ അഫയേഴ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കി മോളിയെ ഒഴിവാക്കുന്നുണ്ട്. അങ്ങനെ ഒരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഓൾവർത്തി ഇങ്ങനെ മരണക്കടയിൽ കിടക്കുകയാണ്. പുള്ളിയുടെ ഈ ഒരു വിൽപത്രം അനുസരിച്ച് കുറേ അത്യാവശ്യം എല്ലാം നമ്മുടെ ബിൽഫിന് എഴുതി കൊടുക്കുന്നു. വളരെ കുറച്ച് മാത്രം ടോമിന് കൊടുക്കുന്നു. അവൻ ഒരു പരാതിയില്ലാതെ ആരെ നോക്കുന്നുണ്ട്, നമ്മുടെ സ്ക്വയർ ഓൾവർത്തിയെ നോക്കുന്നുണ്ട്. പക്ഷെ കിളി പോയി കിടക്കുകയാണ്. പുള്ളിക്കൊന്നും അറിയാൻ വയ്യ. പക്ഷെ അവനെല്ലാം നോക്കുന്നത്. ബിൽഫിൽ മൈൻഡ് പോലും ചെയ്യുന്നില്ല. കുറേ കാശൊക്കെ കിട്ടി. നമ്മുടെ സ്ക്വയറിനും തുവാക്കത്തിനും 1000 പൗണ്ട്സ് വെച്ചേ കിട്ടുന്നുള്ളൂ. അവർക്ക് അത്ര താല്പര്യമില്ല. അവർ ഭയങ്കര ഡിസാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ എല്ലാവരും ബ്ലിഫിന് പ്രത്യേകിച്ച് എത്രയും പെട്ടെന്ന് ഇയാളെ തട്ടിപ്പോണം, പൈസ മൊത്തവും കെട്ടി രാജാവായിട്ട് ജീവിക്കണം എന്നാണ്. വൈൽ ഓൾവർത്ത് റിക്കവർ ആവുന്നുണ്ട്, പുള്ളിക്കാരൻ തിരിച്ചു വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു മരണം അറിഞ്ഞ് ബ്രിജിറ്റ് ദൂരെയാണ്. അവള് ഈ പുള്ളിക്കാരന്റെ വയ്യാതെ കിടക്കുന്ന അറിഞ്ഞ് വരുന്ന വഴിക്ക് ബ്രിജിറ്റ് മരിച്ചു പോകുന്നുണ്ട്. ബ്രിജിറ്റ് ആരാ? സിസ്റ്ററാണ്, ബ്ലിഫിന്റെ അമ്മയാണ്. ബ്രിജിറ്റ് മരിച്ചു പോകുന്നുണ്ട്. അങ്ങനെ ഓക്കെ. അങ്ങനെ കഥ മുന്നോട്ട് പോവുകയാണ്. അപ്പോഴത്തേക്കും ടോമിന് സോഫിയ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ അതേസമയം ഒരിക്കൽ മോളിയെ ഇങ്ങനെ കണ്ട് മോളിയായിട്ട് പിന്നെയും അവർ റിലേഷൻഷിപ്പ് ആവുന്നുണ്ട് ടോം. അതേസമയം നമ്മുടെ സോഫിയയുടെ അച്ഛൻ ആരാ? മിസ്റ്റർ വെസ്റ്റേണ് ആഗ്രഹം സോഫിയെ ബ്ലിഫിലിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനാണ്. കാരണം എന്താണ്? ഇഷ്ടംപോലെ പൈസയുണ്ട്. ഓൾസോ ബ്ലിഫിലിന് ഇഷ്ടമാണ് സോഫിയെ കല്യാണം കഴിക്കാൻ. അവളുടെ കയ്യിൽ ആവശ്യപോലെ പൈസയുണ്ട്. അതേസമയം സോഫിയ ഭയങ്കര ലോയലാണ്. അവള് ടോമിനെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ. ടോം ആണെങ്കിൽ കണ്ട പെണ്ണുങ്ങളുടെ ഒക്കെ പുറകെ പോകുന്നുണ്ട്, മോളിയുടെ പുറകെയും പോകുന്നുണ്ട്. അങ്ങനെ സോഫിയ അടി കൂടുന്നുണ്ട്, എനിക്ക് അവനെ തന്നെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എല്ലാ അച്ഛന്മാരെയും പോലെ തന്നെ സ്ക്വയർ വെസ്റ്റേൺ അവളെ ഇട്ട് പൂട്ടുന്നുണ്ട്. പക്ഷേ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബ്ലിഫിൽ ഈ സോഫിയയുടെ പുറകെ ഇങ്ങനെ നടക്കുകയാണ്. ഒരു സോഷ്യൽ സ്റ്റേറ്റസിന്റെ ഒക്കെ പുറകെ ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ബ്ലിഫിൽ മനസ്സിലാക്കുന്നുണ്ട് ടോമിന് സോഫിയ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന്. അപ്പോൾ ടോമിനെ പറ്റി കുറേ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ ഒരു നാട്ടിൽ നിന്ന് തന്നെ ടോമിനെ പുറത്താക്കുന്നുണ്ട്. ഓൾവർത്തിയോട് കുറേ നുണയൊക്കെ പറഞ്ഞു കൊടുത്ത് അവിടുന്ന് പുറത്താക്കുന്നുണ്ട്. ടോമിന് പോകാൻ ആഗ്രഹമൊന്നും ഇല്ലെങ്കിൽ പോലും അവൻ അവിടുന്ന് മാറുന്നു. അവൻ അവിടുന്ന് പോയി പിന്നീട് കുറേ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ എക്സ്പീരിയൻസിലൂടെയാണ് ഒരു മനുഷ്യൻ ലൈഫിൽ ലേൺ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ടോമിന്റെ എക്സ്പീരിയൻസും വാണ്ടറിങ്സും നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അങ്ങനെ പോകുന്ന വഴിക്ക് അദ്ദേഹം നമ്മുടെ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ പേട്രിഡ്ജ് എന്ന് വെച്ചാൽ നിലവിൽ ടോമിന്റെ അച്ഛനാണ് പേട്രിഡ്ജ്. അതായത് ജെന്നിയുടെയും പേട്രിഡ്ജിന്റെയും മകനാണ് ടോം. ആ മകനെയാണ് നമ്മുടെ സ്ക്വയർ ഓൾവർത്തി എടുത്ത് വളർത്തുന്നത്. അങ്ങനെ പേട്രിഡ്ജിനെ കാണുന്നു. അവർ രണ്ടുപേരും ഫ്രണ്ട്സ് ആവുന്നു. ടോമിന്റെ ഒരു സെർവൻ്റ് ആയിട്ട് ഈ ബെഞ്ചമിൻ പേട്രിഡ്ജ് നടക്കുന്നു. പോകുന്ന വഴിയിൽ ടോമിനോട് അയാൾ പറയുന്നു, ഞാനല്ല നിന്റെ അച്ഛനെന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ പിന്നെയും ഒരു കൺഫ്യൂഷൻ തുടങ്ങുന്നുണ്ട്. അങ്ങനെ ടോമും പേട്രിഡ്ജും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, കുറേ ആൾക്കാരെ കാണുന്നു. പോകുന്ന വഴിയിൽ അവർ മാൻ ഓഫ് ദ ഹിൽ, ജാക്ക് എന്നറിയപ്പെടുന്ന മാൻ ഓഫ് ദ ഹില്ലിനെ കാണുന്നു. ഈ മാൻ ഓഫ് ദ ഹില്ലിലൂടെയാണ് ടോമിന്റെ ഒരു റിയൽ നേച്ചർ, അല്ലെങ്കിൽ അവന് തന്നെ ഒരു മനസ്സിലാവുന്നത്. അതായത് ടോം എന്ന് പറയുകയാണെങ്കിൽ ജാക്ക് എന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് പിന്നീട് ഒരു നല്ലവനായി അങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അവനിൽ നിന്നിട്ട് ടോം കുറച്ച് കാര്യങ്ങൾ തിരിച്ചറിയുന്നു. റിയലൈസേഷൻസ്, വെളിപാടെന്നൊക്കെ പറയില്ലേ, അത് കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ സോഫി എങ്ങനെ അവനെ കണ്ടുപിടിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി സോഫിയെ ടോമിനെ അന്വേഷിച്ച് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നാട്ടുകാർ പറഞ്ഞു തുടങ്ങി ടോം സോഫിയെ ചതിച്ചിട്ട് കടന്നു കളഞ്ഞതാണ്, അവൾ പ്രഗ്നന്റ് ആണെന്നൊക്കെ. സോഫി ഇതറിയുന്നു. അപ്പോൾ സോഫിക്ക് ഭയങ്കര ദേഷ്യം തോന്നുന്നു, കാരണം ടോം ആയിരിക്കും ചിലപ്പോൾ ഇങ്ങനെ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞു നടക്കുന്നതെന്ന്. അങ്ങനെ അവനെ അന്വേഷിച്ച് സോഫിയ നടക്കുകയാണ്. അപ്പോൾ ഈ ടോം ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കുകയല്ലേ. പോകുന്ന വഴിക്ക് മിസ്സിസ് വാട്ടേഴ്സ് എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കണ്ടുമുട്ടുന്നു. ഈ മിസ്സിസ് വാട്ടേഴ്സ് ഒരു ആർമി മെൻ പുള്ളിക്കാരെ ഉപദ്രവിക്കുന്നത് പോലെ തോന്നിയിട്ടാണ് ടോം പുള്ളിക്കാരി രക്ഷപ്പെടുന്നത്. ആക്ച്വലി അവർ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുമായിരുന്നു. ഉപദ്രവിക്കുന്ന പോലെ പോയിട്ട് ടോം അവരെ ശല്യപ്പെടുത്തുകയാണ് ചെയ്തത്. പക്ഷെ ടോം വിചാരിച്ചു രക്ഷപ്പെടുത്താൻ പോവാന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടുത്തുന്നു. ഈ മിസ്സിസ് വാട്ടേഴ്സ് ആരാന്ന് പറഞ്ഞാൽ നമ്മുടെ ജെന്നി ജോൺസ് ഇല്ലേ, ടോമിന്റെ അമ്മ. ഈ ടോമിന്റെ അമ്മയാണ് മിസ്സിസ് വാട്ടേഴ്സ് എന്ന പേരിൽ ഈ രാജ്യത്ത് താമസിക്കുന്നത്. അവർ അത്ര ശരിയൊന്നും അല്ല. പിന്നീട് ഈ
മിസ്സിസ് വാട്ടേഴ്സും ടോമും തമ്മിൽ ഒരു അഫെയർ ആവുന്നുണ്ട്. അപ്പോഴത്തേക്കും സോഫിയ നമ്മുടെ ടോമിനെ കണ്ടുപിടിച്ച് ഇവിടം വരെ എത്തി. ശേഷം ടോമിന്റെ ബെഡിൽ സോഫിയ അവളുടെ മഫ് കയ്യിലിടുന്ന ഗ്ലൗസ് അവിടെ ഇട്ടിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ടോമിന് മനസ്സിലായി സോഫിയ വന്നു എന്ന് മനസ്സിലായി. അങ്ങനെ സോഫിയ അന്വേഷിച്ച് നടക്കുകയാണ്. സോഫിയ അവിടെ അവളുടെ ഒരു കസിനുമായിട്ട് ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. കസിൻ എന്ന് വെച്ചാൽ ഹാരിയറ്റ്. ഈ കസിൻ ഒരു ഹസ്ബൻഡ് ഉണ്ട്, ഫിറ്റ്സ് പാട്രിക്. അദ്ദേഹം ഒരു ഭയങ്കര അബ്യൂസീവ് ആയിട്ടുള്ളൊരു ഹസ്ബൻഡാണ്. അപ്പൊ ഹാരിയറ്റ് ഈ ഫിറ്റ്സ് പാട്രിക്കിനെ കളഞ്ഞിട്ട് പോയി, ഒളിച്ചോടി. ഒളിച്ചോടി എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് ഓടി, ആരുടെയൊന്നും അല്ല, ഒറ്റയ്ക്ക് ഓടി. കാരണം അത്രയ്ക്ക് അബ്യൂസീവ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഈ ഫിറ്റ്സ് പാട്രിക് എങ്ങനെയെങ്കിലും സോഫിയയുടെ കസിനായ ഹാരിയറ്റിനെ കണ്ടുപിടിക്കണമെന്ന ഉദ്ദേശത്തോടെ നടക്കുകയാണ്. സോഫിയയ്ക്ക് പക്ഷേ ഫിറ്റ്സ് പാട്രിക് ഇത്രയും അബ്യൂസീവ് ആണെന്നൊന്നും അറിയില്ല. അപ്പൊ അവളും ഈ ഹാരിയറ്റിനെ കണ്ടുപിടിക്കാൻ വേണ്ടി നടക്കുകയാണ്. ഇവിടെ ഫിറ്റ്സ് പാട്രിക് വിചാരിക്കും ഈ ഒരു ഹാരിയറ്റ് ടോമിന്റെ കൂടെയാണ് ചാടിപ്പോയെന്ന് വിചാരിക്കും കേട്ടോ, ഒളിച്ചോടിപ്പോയെന്ന് വിചാരിക്കും. പിന്നെ നമ്മുടെ സോഫിയെ തിരക്കി അവളുടെ അച്ഛൻ വെസ്റ്റർ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ സോഫിയ പറയും ഇല്ല, ഞാൻ ടോമിനെ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറയും. അപ്പോൾ ഇയാള് അവളെ ഒരുപാട് അടിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തിട്ട് റൂമിലിട്ട് പൂട്ടുന്നുണ്ട്. ഓക്കെ. ശേഷം അവിടെ വെച്ച് സോഫിയ അവളുടെ ആൻറ്റി ആയിട്ടുള്ള ലേഡി ബെല്ലസ്റ്റോനെ പരിചയപ്പെടുന്നുണ്ട്. ഈ ബെല്ലസ്റ്റന് ടോമിനെ പറ്റിയൊക്കെ കേട്ടിട്ട് ഓക്കെ, ടോമിനെ ഒന്ന് ചാക്കിട്ട് പിടിക്കാം, അവനെ ഒന്ന് സെഡ്യൂസ് ചെയ്യാമെന്നൊക്കെ തോന്നുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ബെല്ലസ്റ്റൻ ടോമിന്റെ പിറകെ നടക്കുകയാണ്. ടോം നാട്ടിലെത്തി. നമ്മുടെ ടോമും പേട്രിഡ്ജും അവരും സോഫിയ ലണ്ടനിലെത്തി. അപ്പൊ അവരും ലണ്ടനിൽ എത്തുന്നുണ്ട്. എന്നിട്ട് പുതിയൊരു കഥാപാത്രമാണ് മിസ്സിസ് മില്ലർ. മിസ്സിസ് മില്ലറിന്റെ ഒരു മകളുടെ പേരാണ് നാൻസി. ആ ഒരു പേര് പറയാന്ന് വെച്ചാൽ നൈറ്റിംഗിൾ എന്ന് പറയുന്ന ഒരു യങ് ജെന്റിൽമെനും നാൻസിയും തമ്മിൽ സ്നേഹത്തിലാണ്, അത് പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ നമ്മുടെ ടോമിന് നാൻസിയുമായിട്ട് ഒരു അഫെയർ ഉണ്ട്. ടോമിന് നാൻസിയായിട്ട് അഫെയർ ഉണ്ട്. എന്തുമാത്രം അഫെയർസ് ആണല്ലേ. അപ്പോൾ നാൻസി പ്രഗ്നന്റ് ആവുന്നുണ്ട്. പക്ഷെ ആ പാവം നൈറ്റിംഗിളിനോട് പറയും നീ അവളെ മാരി ചെയ്യണമെന്ന് പറയും. അപ്പോൾ ടോമിന്റെ അവിഹിത ഗർഭവും നാൻസിയെ നമ്മുടെ നൈറ്റിംഗിൾ കല്യാണം കഴിക്കുന്നുണ്ട്. ശേഷം ടോമിന് നമ്മൾ നേരത്തെ പറഞ്ഞ സോഫിയയുടെ ആൻറ്റി ഇല്ലേ, ലേഡി ബെലസ്റ്റൻ, അവരുമായിട്ട് അഫെയർ ഉണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ സോഫിയുമായിട്ട് അടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ സോഫിയ കണ്ടുമുട്ടുന്നു. ഇവിടെ വെച്ചാണ് ലേഡി ബെല്ലസ്റ്റന്റെ ഹൗസിൽ വെച്ചിട്ട് അവരും ഒരുമിക്കുന്നു. പക്ഷേ ലേഡി ബെല്ലസ്റ്റന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. അപ്പൊ അവൾ എന്ത് ചെയ്യും, അവരുടെ സ്വന്തം ബ്രദറിന്റെ മകളാണ് സോഫിയ എന്ന് പറയുന്നത്. പക്ഷേ സോഫിയ റേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു അവിടെ ഉള്ള ഒരാള്, സെർവന്റ് പോലെയുള്ള ഒരാള് ലോർഡ് ഫെലമറിനെ ഏർപ്പെടുത്തുന്നു. ഓക്കെ, എന്നിട്ട് അവർ പറഞ്ഞുകൊണ്ട് നടക്കും സോഫിയയും ലോർഡ് ഫെലമറും കൂടെ ഇഷ്ടത്തിലാണ്, അവർ മാരി ചെയ്യും എന്നൊക്കെ പറയാണ്. അപ്പോ ലോർഡ് ഫെലമർ സോഫിയെ ഇങ്ങനെ അസോൾട്ട് ചെയ്യാൻ വേണ്ടി വരുമ്പോഴേക്കും നമ്മുടെ സോഫിയയുടെ ഫാദറായ സ്ക്വയർ വെസ്റ്റേൺ വരും. എന്നിട്ട് സ്ക്വയർ വെസ്റ്റേൺ വന്നിട്ട് അപ്പോഴും സോഫിയോട് പറയും ബ്ലിഫിലിനെ കല്യാണം കഴിക്കൂ, അവൻ നീ ഇല്ലാതെ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ജീവിക്കുക എന്ന് പറയും. ഓക്കെ, അങ്ങനെ മിസ്സിസ് വെസ്റ്റേൺ, ബ്ലിഫിൽ, ഔൾവർത്തി എല്ലാവരും സ്ക്വയർ വെസ്റ്റേണിന്റെ കൂടെ ലണ്ടനിൽ വന്നിട്ടുണ്ടായിരുന്നു. സ്ക്വയർ വെസ്റ്റേൺ സോഫിയെ റൂമിൽ പൂട്ടിയിരുന്നു. ഓക്കെ, അപ്പോൾ മിസ്സിസ് വെസ്റ്റേൺ എല്ലാ തവണത്തെയും പോലെ മിസ്സിസ് വെസ്റ്റേൺ വയലൻസിനെ ഡിസപ്രൂവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവര് ലേഡി ബെല്ലസ്റ്റനെ കാണുന്നു. ശേഷം അപ്പൊ ലേഡി ബെല്ലസ്റ്റൻ പറയും ഫെലമറിനെ കല്യാണം കഴിച്ച് കൊടുക്കുന്നതാണ് നല്ലത്, അവർ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്നൊക്കെ പറയും. അപ്പോഴത്തേക്കും ലേഡി ബെല്ലസ്റ്റൻ ടോമിനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ആകെ ഒരു കെയോസ് ആണ് ആ ഒരു എൻഡിലോട്ട് വരുമ്പോഴത്തേക്കും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ നേരത്തെ ഒരു കഥാപാത്രമുണ്ട്, നമ്മുടെ സോഫിയയുടെ കസിനായ ഹാരിയറ്റിന്റെ ഹസ്ബൻഡ് ഫിറ്റ്സ് പാട്രിക് ഹാരിയറ്റിനെ നോക്കി നടക്കുകയല്ലേ. അപ്പൊ ഫിറ്റ്സ് പാട്രിക് വിചാരിക്കും ടോം ആണ് നമ്മുടെ ഹാരിയറ്റിന്റെ ലവർ, അപ്പൊ അവനുമായിട്ട് അടി കൂടാൻ പോകും. ടോംസ് ഭയങ്കരമായിട്ട് വോണ്ടഡ് ആവും. ടോം ഈ ഫിൽസ് പാട്രിക്കിനെ വോണ്ടഡ് ആക്കിയിട്ട് ഇംപ്രസൺ ആക്കും. അപ്പോൾ നമ്മുടെ പേട്രിഡ്ജ്, ടോമിന്റെ കൂട്ടുകാരൻ പേട്രിഡ്ജ് ജയിലിൽ വന്നിട്ട് പറയും മിസ്സിസ് വാട്ടേഴ്സ് ജെന്നി ജോൺസ്, അപ്പോൾ നിനക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന മിസ്സിസ് വാട്ടേഴ്സ് നിന്റെ അമ്മയാണെന്ന് പറയും. ഓക്കെ ആണേ. അപ്പോൾ ഈ മിസ്സിസ് വാട്ടേഴ്സ്, അതായത് ജെന്നി ജോൺസ് ഓൾവർത്തിയെ കണ്ടിട്ട് പറയും ഫിറ്റ്സ് പാട്രിക് ആണ് ഈ ഒരു യുദ്ധം തുടങ്ങിയത്, അല്ല ഒരു അടി തുടങ്ങിയത്, അതല്ലാതെ നമ്മുടെ ടോം അല്ല എന്ന് പറയും. അപ്പോഴത്തേക്കും ഓൾവർത്തി അവനെ സേവ് ചെയ്യും. അതിനുശേഷം ബിൽഫിലിന്റെ ലോയർ ഉണ്ട് മിസ്റ്റർ ഡൗലിംഗ്. ഈ ഡൗലിങ്ങും ബിൽഫിലും കൂടെ മിസ്സിസ് വാട്ടേഴ്സിനോട് ടോമിനെതിരെ കോൺസ്പിറസി നടത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പറയാണ്. ശേഷം ഒരു കാര്യം പറയാണ്, ബ്രിജറ്റ്, നമ്മുടെ ഓൾവർത്തിയുടെ സിസ്റ്ററായ ബ്രിജറ്റ് ഒരു കത്തെഴുതി ഈ ഒരു ലോയർ വഴി ബ്ലിഫിലിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ബ്ലിഫിൽ അത് ഹൈഡ് ചെയ്തു.
എന്താണ് കത്തിൽ പറയുന്നതെന്ന് വെച്ചാൽ ബ്രിജറ്റിന്റെ മകനാണ് ടോം എന്ന് പറയുന്നത്. ഓക്കെ ആണ്. ഓൾവർത്തി ബ്ലിഫിൽ അത് മനഃപൂർവ്വം പറയാതിരുന്നതാണ്. കാരണം അങ്ങനെ പറയുകയാണെങ്കിൽ ടോം അല്ലേ മൂത്തവൻ, അപ്പോൾ സ്വത്തെല്ലാം അവന് പോകുമല്ലോ. ഓൾവർത്തിക്ക് ഭയങ്കര ദേഷ്യം വരുന്നു. പക്ഷെ ടോം സാരമില്ല, കുഴപ്പമില്ല എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ സ്ക്വയർ ആണെങ്കിൽ ഓൾവർത്തി ഓക്കെ കുഴപ്പമില്ല എന്നൊക്കെ പറയാണ്. അങ്ങനെ ടോം ജയിലിൽ നിന്ന് പുറത്ത് വന്നു. ഓൾവർത്തി ആയിട്ട് റീയുണൈറ്റ് ചെയ്തു. ഇപ്പോൾ നിലവിൽ ഓൾവർത്തിയുടെ ഹെയർ ആരാണ്? കിരീടാവകാശി ആരാണ്? നമ്മുടെ ടോമാണ്. സോഫിയും ടോമിനോട് ക്ഷമിച്ചു. അവർ ഒരുമിച്ച് കല്യാണം കഴിച്ചു. ശേഷം 2 മക്കളുമായിട്ട് വെസ്റ്റേൺസ് എസ്റ്റേറ്റിൽ ജീവിക്കുകയാണ്. ചുറ്റുമുള്ള എല്ലാവരോടും അവർ കൈൻഡ്നെസ്സും ജനറോസിറ്റിയും ഒക്കെ കാണിക്കുകയാണ്. ഓക്കെ, ഇവിടെ ടോം ജോൺസ് റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മുടെ ഹെൻറി ഫീൽഡിങ്ങിനെയാണ്. വൈൽ നമ്മുടെ കൂടെയുള്ള സോഫിയെ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ വൈഫിനെ തന്നെയാണ്. ഇതോടുകൂടി കഥ അവസാനിക്കുകയാണ്. പിക്കാറസ് ആണ്, ബിൽഡിംഗ് സ്ട്രോമൻ ആണ്. ഓക്കെ അല്ലേ? നമുക്കിന് തീംസ് പറയാം. വിർച്യു ഈസ് ഡിറ്റർമിൻഡ് ബൈ ആക്ഷൻ. അതായത് നമ്മുടെ ഉള്ളിലെ നന്മ ആക്ഷനിലൂടെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അതല്ലാതെ നമ്മൾ ഈ പുറമേ കാണിക്കുന്നത് അതൊന്നുമല്ല. നമ്മുടെ എന്താണോ നമ്മുടെ ആക്ഷൻ, അതിലൂടെ നമ്മുടെ വിർച്യു ഡിറ്റർമിൻ ചെയ്യുന്നത്. പിന്നെ ഹ്യൂമൻ നേച്ചർ എന്ന് വെച്ചാൽ ഗ്രേ ആണ്. കംപ്ലീറ്റ്ലി ബാഡ് അല്ല, കംപ്ലീറ്റ്ലി ഗുഡ് അല്ല, ഗ്രേ വിച്ച് ഈസ് ബെറ്റർ. അതാണ് കുറച്ച് നല്ലത്. ഏതാണ് അത്ര മാത്രമേ ഉള്ളൂ. ഇപ്പൊ ടോം ആണെങ്കിൽ മോശം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ബട്ട് ഹീസ് വെൽ ബെറ്റർ ദാൻ ബ്ലിഫിൻ, സോ ഹീസ് കൺസിഡേർഡ് ടു ബി എ വെർച്വസ് ക്യാരക്ടർ. അത് തന്നെയാണ്. പിന്നെ സ്റ്റീരിയോടിപ്പിക്കൽ ആയിട്ടുള്ള ക്യാരക്ടറൈസേഷനെ ഇത് റിജക്ട് ചെയ്യുന്നു. അതായത് ഹീറോസ് ഉണ്ടോന്ന് വെച്ചാൽ ടോം ഒരു ഹീറോ ആണ്, ഈവൻ ദോ ഹി ഹാഡ് ഹിസ് ഓൺ ഫ്ലോസ്. വൈൽ ബ്ലിഫിൽ ആന്റി ഹീറോ എന്ന് പറയാൻ പറ്റില്ല. ഈവൻ ദോ ടോം ഹാസ് ഫ്ലോസ് ലൈക്ക് ബ്ലിഫിനും ഫ്ലോസ് ഉണ്ട്, ബട്ട് somewhat it's more higher അല്ലേ, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. പിന്നെ മാരേജ്, ബാലൻസ്ഡ് ഹാപ്പി മാരേജിനെ പറ്റി പറയുന്നുണ്ട്. അതായത് ഒരു വെറ്റ്ലോക്ക് ആ ഒരു സമയത്തെ മോറൽ നേച്ചറിനെ പറ്റിയിട്ടാണ്. പിന്നെ റിഡംഷൻ, കാരണം ടോം ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ബൈ ദ എൻഡ് ഹീസ് റിഡംപ്റ്റഡ് വൈൽ ബ്ലിഫിൽ ഈസ് നോട്ട്. ബട്ട് ഹീ അപ്പിയേഴ്സ് ടു ബി എ വിർച്വസ് നേച്ചർ, ബട്ട് ഹീ കാൺ ഗെറ്റ് റിഡംപ്റ്റീവ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പിന്നെ വിസ്ഡം, മനുഷ്യന്റെ വിസ്ഡം അറ്റൈൻ ചെയ്യാനുള്ള ആ ഒരു ക്വസ്റ്റ്യന് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഹൗ ദിസ് വിസ്ഡം കെയിം ഫ്രം, വിസ്ഡം എക്സ്പീരിയൻസിലൂടെയാണ് വരുന്നത് എന്നും പറയുന്നുണ്ട്. ബിക്കോസ് എ ലോട്ട് ഓഫ് ടീച്ചേഴ്സ് രണ്ടുപേരെയും പഠിപ്പിച്ചു, ബട്ട് ടോം ഗോട്ട് മോർ വിസ്ഡം ദാൻ ബ്ലിഫിൽ. ഓക്കെ, ഇതാണ് നമ്മുടെ വർക്ക് എന്ന് പറയുന്നത്. ഇനി ക്യാരക്ടർ സ്കെച്ച് ഉണ്ട്, ദാറ്റ്സ് മോർ ഇമ്പോർട്ടൻറ്റ്. ഇഫ് യു വാണ്ട് ഇറ്റ് പ്ലീസ് അത് കമൻറ്റ് ചെയ്താൽ മതി. വി ക്യാൻ ഡു ഇറ്റ് ഫോർ യു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്.